ഞാൻ കാണുന്ന വീടുകളിലൊക്കെ കയറി അവർ തരുന്ന ഭക്ഷണം കഴിച്ച് ഒരു തരംഗമുണ്ടാക്കാൻ ശ്രമിച്ചു. ഗർഭിണിയുടെ വയറിൽ തടവി ഒരു തരംഗം സൃഷ്ടിച്ച് സ്ത്രീകൾക്കിടയിൽ ഫേമസ് ആകാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് പിഞ്ചു കുട്ടികൾക്ക് പേരിട്ട് ഒരു വലിയ തരംഗവും അതിലൂടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് ഷിറ്റിലൂടെ ഒരു തരംഗം സൃഷ്ടിക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതൊന്നും തൃശ്ശൂരിൽ ഏറ്റിട്ടില്ല എന്നതാണോ നിങ്ങൾ പറയുന്നത്? എങ്കിൽ എന്നെ RSS ചതിച്ചു എന്ന് ഞാൻ പറയും. പറഞ്ഞു വരുന്നത്, കൊച്ചിയിലെ സംഘപരിവാർ സംഘടനകളുടെ യോഗത്തിൽ വെച്ച് പുറത്തു വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഒരു പ്രതീക്ഷയുണ്ട്, പക്ഷേ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് പരാജയമാണ് ലഭിക്കുക എന്നുള്ളതാണ് കൊച്ചിയിൽ ചേർന്ന സംഘപരിവാർ സംഘടനകളുടെ യോഗത്തിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങൾക്കും ഒടുവിൽ തൃശ്ശൂരിലെ പൊതുജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത് ഇങ്ങനെയാണ് എന്നാണ് സംഘപരിവാർ സംഘടനകളുടെ വിലയിരുത്തൽ. ഇത് വലിയ ചതിയായി പോയി എന്നുള്ളതാണ് സുരേഷ് ഗോപിക്ക് പറയാനുള്ളത്. അതായത് തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒന്ന് കാത്തു നിന്നോളൂ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. അതിന് മുൻപ് ഇങ്ങനൊരു യോഗം കൂടി തീരുമാനിക്കാനുള്ളതല്ല എൻ്റെ വിജയവും പരാജയവും. പാവമാണ്, ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് കോമാളിത്തരം കാണിച്ചു, അയ്യപ്പനെ മുന്നിൽ നിർത്തി വോട്ട് ചോദിച്ചു, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു. ആ കൊട്ടിക്കലാശത്തിന്റെ സമയത്തൊക്കെ സുരേഷ് ഗോപിയുടെ വെപ്രാളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ജയിച്ചു വരും എന്നുള്ള രീതിയിലാണ് വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ആ തിരഞ്ഞെടുപ്പ് വാഹനത്തിന് മുകളിൽ നിന്ന് കയറി ഭാര്യയുടെ അടുത്ത് നിന്ന് ഒരുപാട് തോന്നിവാസങ്ങൾ കാണിക്കുകയാണ്. എന്തൊക്കെയോ ഡാൻസ് എന്ന രീതിയിൽ ഇങ്ങനെ കൈകളൊക്കെ വിടർത്തി ആവേശമുണ്ടാക്കുന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അതൊക്കെ വലിയ പരാജയമായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ആ ദൃശ്യങ്ങൾ പിന്നീട് കണ്ടപ്പോൾ ചിലപ്പോൾ തോന്നിയേക്കാം. സംഖ്യ ആയതുകൊണ്ട് തോന്നാൻ സാധ്യതയില്ല, എന്നാൽ പോലും ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ പറഞ്ഞു വരുന്നത്, കൊച്ചിയിലെ സംഘപരിവാറുകാരുടെ യോഗത്തിൽ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും സാധ്യതയുണ്ടെങ്കിലും തൃശ്ശൂരിൽ തോൽക്കുമെന്ന് പറഞ്ഞു. അതിന്റെ വ്യക്തമായ കാരണം എന്ന് പറയുന്നത് TN പ്രതാപന്റെ ഒരു ജനകീയത തന്നെയാണ്. അതായത് TN പ്രതാപന് വലിയൊരു ജനകീയതയുണ്ട്. രാഷ്ട്രീയത്തിന് അപ്പുറത്ത് TN പ്രതാപന് അവിടെ വലിയൊരു ജനകീയതയുണ്ട്. ആ ജനകീയതയിലൂടെ TN പ്രതാപൻ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നുള്ളത്. മറ്റൊന്ന്, CPIയുടെ സ്ഥാനാർത്ഥിയാണെന്നുണ്ടെങ്കിൽ തള്ളിക്കളയാൻ പറ്റില്ല. കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിനും പലയിടങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതും വിലയിരുത്തുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ഒരു തരംഗം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തള്ളിക്കളയാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ കടന്നുവരലിലൂടെ ഒരു തരംഗം തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മറ്റു പലയിടങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് സംഘപരിവാറിന്റെ വിലയിരുത്തൽ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമാണ്. കാരണം അദ്ദേഹം വലിയ പ്രതീക്ഷയാണ് തൃശ്ശൂരിൽ കണ്ടിട്ടുള്ളത്. അതായത് തൃശ്ശൂര് ജനങ്ങൾ തന്നോടൊപ്പം നിൽക്കും, അതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നുള്ളത്. ഞാൻ എല്ലാ വീടുകളിൽ പോയപ്പോഴും ആ വീട്ടുകാരെന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വോട്ട് തരും എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് സ്ത്രീകൾക്കിടയിൽ വലിയ തരംഗം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബങ്ങളടക്കം തിരഞ്ഞെടുപ്പിൽ ഇറങ്ങിയതുകൊണ്ട്, അതായത് ഭാര്യ അടക്കം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയത് കൊണ്ട് എനിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതിനിടയിലാണ് കൊച്ചിയിലെ സംഘപരിവാർ യോഗം തീരുമാനിക്കുന്നത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ തോൽക്കുമെന്ന്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.